ലോ കേരള സഭ ഉദ്ഘാടകനാകാനുള്ള സർക്കാർ ക്ഷണം തള്ളി ഗവർണർ. ക്ഷണിക്കാൻ ചെന്ന ചീഫ് സെക്രട്ടറിക്ക് രൂക്ഷ വിമർശനം. സർക്കാർ നടപടികളിലെ കടുത്ത അതിർത്തി തുറന്നു പറഞ്ഞു. ഗവർണർ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. വി അരുൺ ചേരുന്ന. അരുൺ, എന്താണ് ഗവർണർ എന്തൊക്കെ വിഷയങ്ങളിലാണ് തന്റെ വിമർശനം പങ്കുവച്ചത്? ലോ കേരള സഭയുടെ ഉദ്ഘാടകനാകാനാണ് ഗവർണറെ സർക്കാർ ക്ഷണിച്ചത്. ആ ക്ഷണമാണ് ഗവർണർ നിരസിച്ചത്. ക്ഷണിക്കാനെത്തിയ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് രൂക്ഷ വിമർശനവും ഗവർണർ സർക്കാരിനെതിരെ ഉന്നയിച്ചു. സർക്കാർ നടപടികളിലെ കടുത്ത അതിർത്തികൾ തുറന്നു പറഞ്ഞാണ് ഗവർണർ നേരത്തെ ബില്ലുകൾ ഉൾപ്പെടെ അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരുമായി ഗവർണർ അഭിപ്രായ ഭിന്നതയിലായിരുന്നു. SFIക്കാർ തന്നെ തടഞ്ഞത് അടക്കമുള്ള വിഷയങ്ങളിൽ അന്ന് ആ വിഷയത്തിൽ ഇതുവരെയും സർക്കാർ നടപടി എടുത്തിട്ടില്ല. തനിക്ക് റോഡിൽ കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ വീണ്ടും തന്റെ രോഷം വ്യക്തമാക്കിയത്. നേരത്തെ സർക്കാർ ഗവർണറുമായുള്ള പോര് ഒരു പരിധിവരെ അയവുവന്ന സാഹചര്യം ഉണ്ടായെന്ന തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവർണർ വീണ്ടും ശക്തമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തിയത്. മാത്രമല്ല, ലോ കേരള സഭയുടെ ഉദ്ഘാടകനാകാനുള്ള ക്ഷണം അദ്ദേഹം നിരസിക്കുകയും ചെയ്തു. ലോ കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ ചെന്ന ചീഫ് സെക്രട്ടറിയോട് ഗവർണർ തന്റെ വിമർശനങ്ങൾ പങ്കുവച്ചു. നിരവധിയായ വിഷയങ്ങളിൽ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്.